ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാസ് നോട്ട്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSC അതേപോലെ റെയിൽവേ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയായ മെത്തേഡിൽ ചെയ്യണം. അതായത് കൺവെൻഷണൽ മെത്തേഡ്, അതായത് ഫോർമുല ബേസ്ഡ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പെന്ന് യൂസ് ചെയ്യാതെ ആൻസറിലേക്ക് വരാം, അത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം പെന്ന് യൂസ് ചെയ്യാതെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് വേറെ തന്നെ ചെയ്യും. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീഡിയോസും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകാം, ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് തിയറി ഒന്ന് പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ, നമ്മൾ ഇൻട്രസ്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും, അല്ലെ? എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. കോമ്പൗണ്ടിലാണെങ്കിൽ നമ്മൾ ഓരോ ഇൻട്രസ്റ്റിന്റെ മുകളിലും കൂടെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും ഇൻട്രസ്റ്റ് വരിക ഓരോ വർഷവും. മനസ്സിലാക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പ്രിൻസിപ്പളിന്റെ മുകളിലാണ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സം ഇൻവെസ്റ്റഡ്, അതാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പളിന്റെ മുകളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അത് എല്ലാ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഈക്വൽ ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇപ്പൊ പ്രിൻസിപ്പൾ പി ആണെങ്കിൽ, ഇപ്പൊ മനസ്സിലായി, പ്രിൻസിപ്പൾ പി ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ്, എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. ഐ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ കിട്ടുന്ന ഐ ആണ്, സെക്കൻഡ് ഇയറിൽ ഐ ആണ്, തേർഡ് ഇയറിൽ ഐ ആണ്, അല്ലെ? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അല്ലേ? എല്ലാ വർഷവും ഇൻട്രസ്റ്റ് ഐ ആയിരിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിലിരുന്ന ബേസിക് ഫോർമുല ഞാൻ പറയാം. ജസ്റ്റ് ബേസിക് ഫോർമുല എല്ലാവർക്കും പറയാൻ പറ്റും, ബേസിക് ഫോർമുല വെച്ച് പറയാം. പക്ഷേ നമ്മൾ ആ ഫോർമുല കൺവെൻഷണൽ മെത്തേഡിലേക്ക് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിലാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ബേസിക് ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റിലെ ബേസിക് ഫോർമുല എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റിലെ ബേസിക് ഫോർമുല എല്ലാവർക്കും അറിയുന്ന ഫോർമുല എന്തായിരിക്കും? I is equal to PNR percentage or I is equal to PNR divided by 100. അല്ലേ? ഈ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ വാല്യൂ ആണ് ഐ. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമ്മിനെയാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയാം. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാം. 6 റേറ്റ് ഇയർലി ആണ് പറയാം. റേറ്റ് പെർ ആനം വർഷത്തിലാണ് പറയാം. ഓക്കെ, അപ്പോൾ റേറ്റ് പെർ ആനം, നമ്പർ ഓഫ് ഇയേഴ്സ്, പി പ്രിൻസിപ്പൾ ആണ്. ഇത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്രിൻസിപ്പളിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എമൗണ്ട് കിട്ടും. പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എമൗണ്ട് എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. A=P+I. ഇതാണ് ഫോർമുല. ഇതിന്റെ ബേസിക്, ഇതിൽ കൂടുതൽ ഒരു ഫോർമുല പോലും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് എല്ലാ പ്രോബ്ലംസും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കൺവെൻഷണൽ മെത്തേഡിലല്ല ചെയ്യുന്നത്. കൺവെൻഷണൽ മെത്തേഡിൽ കുറേ ആൾക്കാർ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ശരിയായ മെത്തേഡ്സ്, പേഴ്സൻറ്റേജ് ചാപ്റ്റർ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാപ്റ്ററാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പേഴ്സൻറ്റേജ് ചാപ്റ്റർ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാപ്റ്റർ. അപ്പോൾ ആ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് സോൾവ് ചെയ്യാൻ. ഞാനൊരു ഷോർട്ട് കട്ട് ഫോർമുല പോലും യൂസ് ചെയ്യുന്നില്ല, മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ പെൻ ഉപയോഗിക്കാതെ വിത്തിൻ 5 സെക്കൻഡിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് എക്സാമ്പിളിലേക്ക് പോവാം. അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ ശ്രദ്ധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് 10% പെർ ആനം, വർഷത്തിൽ 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ് 4 ഇയർ ആണ്. എമൗണ്ട് റിസീവ്ഡ്, അതായത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് എമൗണ്ട് എന്ന് പറയുന്നത് 28,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ എത്ര സമ്മാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് പെണ്ണെടുക്കാതെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. ഫാസ്റ്റസ്റ്റ് ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യണം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ടൈപ്പ് പ്രോബ്ലത്തിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്തിൻ ഇത് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ആ സ്പീഡ് നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. അപ്പം 10%, ഇപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പെർസെൻറ്റേജ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 10% കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ അറിയാം. 10% കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 10% ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും 10/100, അതായത് 1/10 ആണ് 10% ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എഴുതുക 10% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 10% ഈക്വൽ ടു 1/10 ഫ്രാക്ഷൻ ആക്കിയ 1/10. അപ്പോൾ പെർസെൻറ്റേജ് വീഡിയോ എടുത്ത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? 10 എന്ന നമ്പറിൻ്റെ 10% എടുത്താൽ 1 കിട്ടും. 10 എന്ന നമ്പറിൻ്റെ 10% എടുത്താൽ 1 കിട്ടും. ഇതാണ് അത് മീൻ ചെയ്യുന്നത്. 10ന്റെ 10% 1 ആണ്. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് അങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കുക, ഇപ്പോൾ 10 എന്ന നമ്പറിൻ്റെ 10% 1 ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്
10 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് 10 യൂണിറ്റ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് അതിൻ്റെ 10% 1 യൂണിറ്റ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ നമ്മളെ പ്രിൻസിപ്പൾ 10 യൂണിറ്റ് ആണ് അസ്യൂം ചെയ്തു. 10 യൂണിറ്റ് ആണ് അസ്യൂം ചെയ്തു. മനസ്സിലാക്കുക, പ്രിൻസിപ്പൾ 10 യൂണിറ്റ് ആണ്. എന്തുകൊണ്ട് 10 എടുത്തു? 10ന്റെ 10% നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ 10 യൂണിറ്റ് ആണെങ്കിൽ അതിൽ നമുക്ക് എത്ര വർഷം കിട്ടും? 4 വർഷത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ വർഷവും നോക്കാം. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അല്ലേ. 4 വർഷം അല്ലേ. 4 വർഷം എത്ര വരും? എല്ലാ വർഷവും 10ന്റെ 10% ആണ് കിട്ടുക. 10% ഇവിടെ നോട്ട് ചെയ്യാം ഞാൻ. 10% നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ വെച്ച് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് പെന്ന് യൂസ് ചെയ്യാതെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. 10ന്റെ 10% 1 യൂണിറ്റ് അല്ലേ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 1 യൂണിറ്റ് ഇൻട്രസ്റ്റ് കിട്ടും, സെക്കൻഡ് ഇയറിലും 1 യൂണിറ്റ് കിട്ടും, തേർഡ് ഇയറിലും 1 യൂണിറ്റ് കിട്ടും, ഫോർത്ത് ഇയറിലും 1 യൂണിറ്റ് കിട്ടും. അതായത് മനസ്സിലാക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കൂടെ ഇൻട്രസ്റ്റ് വാല്യൂ ഈക്വൽ ആയിരിക്കും അല്ലെ. 1 യൂണിറ്റ് ആണ് കിട്ടുക അല്ലെ. 10 യൂണിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് 1 യൂണിറ്റ് ആണ്. ഒരു വർഷത്തിൽ 1 യൂണിറ്റ്. അപ്പോൾ 4 വർഷത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 4 വർഷം കൊണ്ട് നമുക്ക് 4 യൂണിറ്റ് ആണ് കിട്ടുക. അപ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ നമ്മളിവിടെ എഴുതും നമ്മളെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ്. നമ്മളെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. മനസ്സിലാക്കുക, ഇൻട്രസ്റ്റ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ എമൗണ്ട് എത്ര വരും? നിങ്ങൾക്ക് 4 യൂണിറ്റ് ഇൻട്രസ്റ്റ് കിട്ടി. പ്രിൻസിപ്പിൾ 10 യൂണിറ്റ് ആണ്. അപ്പോൾ എമൗണ്ട് എത്ര വരും? എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. 14 യൂണിറ്റ് ആണ് അല്ലേ. 14 യൂണിറ്റ് ആണ് എമൗണ്ട് തന്നിരിക്കുന്നത്. ഈ 14 യൂണിറ്റ് തുല്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ, അതായത് ക്വസ്റ്റ്യൻ തന്ന 14 യൂണിറ്റ് തുല്യമായ വാല്യൂ തന്നിരിക്കുന്നത്, അതായത് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. 28,000 ആണ്. 14 യൂണിറ്റ് 28,000 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 14 യൂണിറ്റ് 28,000 ആണെങ്കിൽ 1 യൂണിറ്റ് എത്ര വരും? 1 യൂണിറ്റ് 2,000 വരും അല്ലേ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2,000 വരും. 1 യൂണിറ്റ് 2,000 അല്ലേ. 1 യൂണിറ്റ് 2,000 റെഡി. 1 യൂണിറ്റ് 2,000. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് 2,000 കിട്ടി. നമുക്ക് വേണ്ടത് പ്രിൻസിപ്പിൾ ആണ്. എത്രയാണ് പ്രിൻസിപ്പിൾ? ഇപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ് അല്ലേ. 10 × 2,000. അപ്പോൾ നമ്മളെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ്. അപ്പോൾ 10 × 2,000 എന്ന് പറഞ്ഞാൽ 10 × 2,000. 10 × 2,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 20,000 അല്ലേ. 20K. അപ്പം നമ്മളെ പ്രിൻസിപ്പിൾ 20K ആണ്. 20,000 ആണ്. പ്രിൻസിപ്പിൾ 20,000 ആണ്, എമൗണ്ട് 28,000 ആണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ് വരിക അല്ലെ. 8,000 ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാലും കിട്ടും ഇൻട്രസ്റ്റ് വരുന്നത് 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് അല്ലെ. 4 × 2,000 8,000 8K ഉണ്ടോ. സിമ്പിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മൈൻഡിൽ വരേണ്ടത് പ്രിൻസിപ്പിൾ 10 യൂണിറ്റ് ആണ്. ഒരു വർഷത്തിൽ 1 യൂണിറ്റ് ആണ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ 4 വർഷം കൊണ്ട് 4 യൂണിറ്റ് ആണ് വരിക. അപ്പോൾ 4 യൂണിറ്റ് ഇൻട്രസ്റ്റ്, 10 യൂണിറ്റ് പ്രിൻസിപ്പിൾ, എമൗണ്ട് 14 യൂണിറ്റ്. ഇപ്പോൾ ആൻസർ ആയി. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാം നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പോൾ 14 യൂണിറ്റ് കറസ്പോണ്ടിങ് 28,000, 1 യൂണിറ്റ് 2,000, 1 യൂണിറ്റ് 2,000 ആണെങ്കിൽ 10 യൂണിറ്റ് 20,000, 4 യൂണിറ്റ് 8,000 അല്ലേ. അപ്പോൾ 20,000 ആണ് പ്രിൻസിപ്പിൾ വരുന്നത്, 8,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്, 28,000 ആണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെ എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. റേറ്റ് പെർസെൻറ്റേജ് 6.1/4% ഓർ 6.25% എന്ന് 3 ഇയർ ആണ്. റേറ്റ് പെർസെൻറ്റ് 19,000. പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആൻസർ ഒരു 1 സെക്കൻഡിൽ പറയാൻ ശ്രമിച്ചു നോക്കൂ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 2 സെക്കൻഡിൽ ആൻസർ പറയാൻ ശ്രമിച്ചു നോക്കൂ. ഇത് സിമ്പിളാണ്, നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നമ്മൾ അറിയേണ്ടത് R1/4% 6.25% കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ അറിയണം. അപ്പോൾ നിങ്ങൾ അത് ടെൻഷൻ അടിക്കുന്നതാവും. പെർസെൻറ്റേജ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. 1/1 മുതൽ 1/20 വരെ നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു നമ്പറിനെ കണ്ടാലും അത് കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 6/1/4 എന്ന് പറഞ്ഞാൽ 6.25. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 1/16 ആണ്. അറിയാത്തവർ പഠിച്ചിരിക്കുക. 1/1 മുതൽ 1/20 വരെ പഠിച്ചിരിക്കണം. പെർസെൻറ്റേജിൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 6.25, ഇപ്പോൾ 6/1/4% ഫ്രാക്ഷൻ 6.25 എന്ന് പറയുന്നതും 6.25 ഓർ 6/1/4% എന്ന് പറഞ്ഞാൽ 1/16 ആണ് അല്ലെ. 1/16 ആണ്. മനസ്സിലാക്കാം, 1/16 ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മളെ പ്രിൻസിപ്പിൾ 16 യൂണിറ്റ് ആണ് അല്ലേ. 16 എന്ന നമ്പറിൻ്റെ 6/1/4% 1 ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്തു 16 യൂണിറ്റ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 യൂണിറ്റ് ആണ്. 1 വർഷം വരിക. 3 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. 3 യൂണിറ്റ് അല്ലേ. 3 യൂണിറ്റ് ആണ് ഇൻട്രസ്റ്റ് വരിക. എമൗണ്ട് എത്ര വരും? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട് 19 യൂണിറ്റ് അല്ലേ. 19 യൂണിറ്റ് തുല്യമായിട്ടാണ് 19,000 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റ് 1000 അല്ലേ. ഇപ്പോൾ നമ്മളെ പ്രിൻസിപ്പൾ എത്ര 16 യൂണിറ്റ്. ഇപ്പോൾ 16K 16,000
ഇൻട്രസ്റ്റ് എത്ര വരും? 3 യൂണിറ്റ് 3000 ഉണ്ടോ? 1 യൂണിറ്റ് 1K. എത്ര സിമ്പിളായിട്ട് കിട്ടി, വളരെ ഈസി ആയിട്ട് കിട്ടി. ഇത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വലിയ വലിയ ക്വസ്റ്റിലേക്ക് പോകാൻ പറ്റും. നിങ്ങളൊന്നും കൂടെ നോക്കുക, ക്ലിയർ ആയിട്ടുള്ള ഒന്നും കൂടെ വീഡിയോ എടുത്ത് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. റേറ്റ് പേഴ്സൺ 6/2/3. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 6/2/3 ഫ്രാക്ഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. 1/15 അല്ലേ? 6/2/3 എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു നോട്ട് ചെയ്യുക, 1/15 അല്ലേ? 1/15 അത് മനസ്സിലാക്കുക. 15 എന്ന നമ്പറിൻ്റെ 6/2/3 എടുത്താൽ 1 കിട്ടും. അപ്പം നമ്മൾ അസ്യൂം ചെയ്യാണ്, നമ്മളെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 15 യൂണിറ്റ് ആണ്. റെഡി? 15 യൂണിറ്റ് ആണ് നമ്മളെ പ്രിൻസിപ്പിൾ. ഇൻട്രസ്റ്റ് നമുക്ക് 1 യൂണിറ്റ് ആണ് ഒരു വർഷം കിട്ടുന്നത് അല്ലേ? എല്ലാ വർഷവും ഈക്വൽ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. ഒരു വർഷത്തിൽ 15ന്റെ 6/2/3% അതാണ് 1 യൂണിറ്റ്. 1 യൂണിറ്റ് ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. 6/2/3% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് ഒരു വർഷം കിട്ടും. 5 ഇയറിൽ 5 യൂണിറ്റ് അല്ലെ? 5 ഇയറിൽ നമുക്ക് 5 യൂണിറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത് 20 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ 20 യൂണിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട്. 20 യൂണിറ്റാണ് തുല്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 42,000 ആണ്. 42,000 അല്ലേ? 20 യൂണിറ്റ് 42,000 ആണ്. 1 യൂണിറ്റ് എത്ര വരും അല്ലേ? നമുക്ക് 20 യൂണിറ്റ് തുല്യമായിട്ട് 42,000 എന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 21,000 അല്ലേ? 2,100 വരും. 2,100 0 കട്ട് ചെയ്യും. 2,100. അപ്പോൾ നമ്മളെ പ്രിൻസിപ്പിൾ എന്ന് പറയാം 15 × 2,100. 1 യൂണിറ്റ് 2,100 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി കഴിഞ്ഞാൽ 15 × 2,100 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ആൻസറായി. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക. ഇപ്പം ഇൻട്രസ്റ്റ് ആണ് എൻ്റെ 5 × 2,100 അല്ലേ? പ്രിൻസിപ്പിളാണ് 15 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 2,100 ഇട്ടത്. കാരണം 20 യൂണിറ്റ് ആണ് 42,000. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിൽ 7 1/7%. 7 1/7% ഫ്രാക്ഷൻ ഏതാ നമുക്ക് നോക്കാം. നമ്മൾ അറിഞ്ഞിരിക്കണം 7 1/7% എന്ന് പറഞ്ഞാൽ 7 1/7% 1/14 ആണ്. മനസ്സിലാക്കുക, 1/14 ആണ്. അപ്പോൾ നമ്മൾ എത്ര അസ്യൂം ചെയ്യണം? പ്രിൻസിപ്പിൾ നമ്മൾ 14 യൂണിറ്റ് അസ്യൂം ചെയ്തു. പ്രിൻസിപ്പിൾ 14 യൂണിറ്റ് അസ്യൂം ചെയ്തു. ഇൻട്രസ്റ്റ് 3 വർഷം 3 യൂണിറ്റ് അല്ലേ? 3 ഇയറിൽ 3 യൂണിറ്റ് വരും. 3 ഇയറിൽ 3 യൂണിറ്റ് വരും. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 14 + 3 17 യൂണിറ്റ്. 17 യൂണിറ്റ് തുല്യമായിട്ടാണ് നമുക്ക് 3417 തന്നത്. മനസ്സിലായി? അപ്പോൾ 1 യൂണിറ്റ് കിട്ടാൻ വലിയ പ്രയാസമില്ല. 3417 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3417 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോക്കാം. ഇവിടെ 17 എന്ന നമ്പറിനെ മനസ്സിലാക്കുക. 17 എന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 34 കിട്ടും അല്ലേ? 17 എന്ന നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 17 കിട്ടും. സെയിം പ്രോസസ്സ് നിങ്ങൾ 14 യൂണിറ്റിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 201 ആണ്. അപ്പോൾ 14 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14 ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 28 അല്ലേ? ഇനി 14നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 14. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. നിങ്ങൾ ഈ ലോജിക്ക് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കുന്ന ലോജിക്കാണ്. ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പറഞ്ഞതാണ്. ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ 17 യൂണിറ്റ് 3417. അപ്പം 17 × 2 ആണ് 34 അല്ലേ? 17 × 1 ആണ് 17. അതായത് 1 യൂണിറ്റ് 201 ആണ്. ആ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 14 യൂണിറ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 40 × 2 ആണ്. 40 × 2 28. നെക്സ്റ്റ് 40 × 1 ആണ്. 40 × 1 14. അപ്പോൾ നമ്മൾ ആൻസർ 2814. ഇത് ഓപ്ഷണൽ ആൻസർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലോജിക്ക് അറിയുന്നവർക്ക് സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എപ്പോഴും സ്മാർട്ട്നെസ് ആണ് വേണ്ടത് പ്രോബ്ലം ചെയ്യുന്നതിൽ. അല്ലെങ്കിൽ നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡ് പോയിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ടല്ല സോൾവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റേറ്റ് പേഴ്സൺ 8/1/3. ആർക്കും പറയാൻ പറ്റും? റേറ്റ് പേഴ്സൺ 8/1/3 N 4 ഇയർ ആണ്. എമൗണ്ട് 16,632. പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ആൻസർ പറയാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ ആൻസർ. അപ്പം പി എത്ര വരിക? പി നമ്മൾ അസ്യൂം ചെയ്ത് 8/1/3. അപ്പോൾ 8/1/3% എന്ന് പറഞ്ഞാൽ 1/12 ആണ്. ഇത് അറിഞ്ഞിരിക്കണം. 1/1 മുതൽ 1/20 വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. അത് വെച്ചിട്ട് ബാക്കി എല്ലാ ഫ്രാക്ഷൻസിനെ പേഴ്സൻറ്റ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ 1/1 മുതൽ 1/20 വരെ ഫ്രാക്ഷൻസ് പഠിച്ചെടുക്കണം, നിർബന്ധമാണ്. അതിൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് നമുക്ക് ബാക്കി പേഴ്സൻറ്റേജും
ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്യേണ്ട എത്രയാണ്? പ്രിൻസിപ്പിൾ നമ്മൾ 12 യൂണിറ്റ് ആണ് പ്രിൻസിപ്പിൾ അല്ലേ. പ്രിൻസിപ്പിൾ 12 യൂണിറ്റ് ആണ്. ഇൻട്രസ്റ്റ് എത്ര വരും? ഇൻട്രസ്റ്റ് നമുക്ക് 4 വർഷം ഉണ്ട്. 1 വർഷം 1 യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. 4 വർഷം 4 യൂണിറ്റ് ആണ്, 4 യൂണിറ്റ് ആണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. എമൗണ്ട് 16 യൂണിറ്റ് ആണ് അല്ലേ. 16 യൂണിറ്റിന് തുല്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത് 16 അല്ലേ, 1632 അല്ലേ. എൻ്റെ ലോജിക് ക്ലിയർ ആയോ? ലോജിക്ക് നോക്കൂ. 16നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ 16 കിട്ടും. 16 × 1 16, 16 × 2 32 അല്ലേ. സെയിം പ്രോസസ്സ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം. 12 × 1 12 അല്ലേ, 12 × 2 24. ഇതാണ് നമ്മൾ ആൻസർ. ഇത്ര ഫാസ്റ്റായിട്ട് സ്മാർട്ടായിട്ട് ആൻസർ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെ ആൻസർ പ്രിൻസിപ്പിൾ 1224 അല്ലേ. ഈ ലോജിക്ക് നിങ്ങൾ നമ്പർ സിസ്റ്റം വരുന്ന ലോജിക്കാണ്. ഞാൻ ഫ്രാക്ഷൻസ് നിങ്ങൾ പെർസെൻറ്റേജിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് അറിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു പ്രയാസമില്ല, ഈസിയാണ് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് വേറെ ടൈപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. SSC RRB ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയേഴ്സിൽ. A sum was put at SI at certain rate for 5 years. Had it been put at 5% higher rate, it would have fetched ₹500 more. Find the sum. അപ്പോൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് റീസണിങ് അപ്രോച്ചിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ പെന്ന് യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസിപ്പിൾ അല്ലേ. ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഇത്രയും മാറി അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്തു. ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്തു. റേറ്റ് പേഴ്സൻറ്റ് നമുക്ക് തന്നിട്ടില്ല. 6% എത്ര വർഷം കൊണ്ട്? 5 ഇയർ കൊണ്ട് ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു പ്രിൻസിപ്പിൾ റേറ്റ് പേഴ്സൻറ്റ് തന്നിട്ടില്ല. 5 ഇയർ ഒരു പെർട്ടിക്കുലർ റേറ്റ് പേഴ്സൻറ്റിൽ ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്തു. നമ്മളോട് ചോദിക്കുന്നത് സെയിം പ്രിൻസിപ്പിൾ 5 ഇയർ കൊണ്ട് എത്ര ജനറേറ്റ് ചെയ്യും? 5 ഇയർ കൊണ്ട് എത്ര ജനറേറ്റ് ചെയ്യും? റേറ്റ് പേഴ്സൻറ്റ് പ്രത്യേകത വെച്ചാൽ റേറ്റ് പേഴ്സൻറ്റേജ് എത്ര കൂടിയിട്ടുണ്ട്? റേറ്റ് പേഴ്സൻറ്റേജ് 5% ഹയർ ആണ്. 6ന് സ്ഥാനത്ത് R+5 ആയി. അപ്പോൾ നമുക്കിവിടെ കിട്ടുക ഒരു അല്ല കിട്ടുക A+ ഒരു എക്സ്ട്രാ വാല്യൂ കിട്ടും അല്ലേ. ആ എക്സ്ട്രാ എത്ര എന്ന് ആലോചിച്ചാൽ പോലെ എത്ര എക്സ്ട്രാ വരും? അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഫസ്റ്റ് കേസിൽ ഒരു പ്രിൻസിപ്പിൾ 6% 5 ഇയറിൽ കിട്ടുന്നുണ്ട്. സെക്കൻഡ് കേസിൽ 6ന് സ്ഥാനത്ത് R+5 5% ഹയർ ആയി. സെയിം ഇയർ ആണ്, 5 ഇയർ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് കിട്ടും, എക്സ്ട്രാ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. എക്സ്ട്രാ ഇൻട്രസ്റ്റ്, അത് ആ ഇൻട്രസ്റ്റിന് കാരണക്കാരൻ ആരാ? അത് ആലോചിച്ചാൽ മതി. അപ്പോൾ അതിന് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് കാരണം ഈ എക്സ്ട്രാ 5 ഫസ്റ്റ് കേസിനേക്കാൾ കൂടുതൽ സെക്കൻഡ് കേസിൽ ഇൻട്രസ്റ്റ് കിട്ടാൻ കാരണം നമുക്ക് കിട്ടാൻ കാരണം 5% അധികം കിട്ടുന്നുണ്ട്. എത്ര കാലം? 5 വർഷക്കാലം അധികം കിട്ടും അല്ലേ. 5% ഇൻട്രസ്റ്റ് നമുക്ക് അധികം കിട്ടും. എത്ര കാലം? 5 വർഷക്കാലം. അപ്പം 5% ചേർത്താൽ 25% അധികം കിട്ടും. എന്തിൻ്റെ? പ്രിൻസിപ്പിളിൻ്റെ. അപ്പം നമുക്കിവിടെ കിട്ടുന്ന എക്സ്ട്രാ വാല്യൂ എന്ന് പറയുന്നത് 25% ഓഫ് പ്രിൻസിപ്പിളാണ്. മനസ്സിലാക്കുക, നമുക്കിവിടെ എക്സ്ട്രാ വാല്യൂ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിളിൻ്റെ 25% ആണ്. മനസ്സിലാക്കുക, പ്രിൻസിപ്പിളിൻ്റെ 25%. കാരണം 5% എല്ലാ വർഷവും എക്സ്ട്രാ കിട്ടും. എന്തിൻ്റെ? പ്രിൻസിപ്പിളിൻ്റെ. എത്ര കാലം? 5 വർഷക്കാലം. അപ്പോൾ 5% × 5 25%. 25% എന്തിൻ്റെ? പ്രിൻസിപ്പിളിൻ്റെ 25% നമുക്ക് എക്സ്ട്രാ കിട്ടും. അതാണ് നമുക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25% ഓഫ് P. ഈ എക്സ്ട്രാ എൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 500. ഈ എക്സ്ട്രാ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 500 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ പറ്റും. സ്മാർട്ടായിട്ട് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്മാർട്ടായിട്ട് റീഡ് ചെയ്യുക. 25% ഓഫ് P ഈസ് ഈക്വൽ ടു 500. ഇങ്ങനെ റീഡ് ചെയ്ത് നോക്കുക. എത്ര സിമ്പിളായ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്മാർട്ടായിട്ട് റീഡ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. 25% ഓഫ് P 500. നമുക്ക് P ആണ് വേണ്ടത്. P എന്ന് പറഞ്ഞാൽ 100% വാല്യൂ ആണ്. 100% അല്ലേ. 100% ഓഫ് P. 25% നമ്മുടെ കയ്യിലുണ്ട്. അതിന് 100% ജസ്റ്റ് സ്കെയിൽ ചെയ്യുക. 25% 100 ആക്കണം. ജസ്റ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ സ്കെയിൽ ചെയ്താൽ മതി. × 4. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2000. ഇപ്പോൾ നമ്മുടെ ആൻസർ 2000 ആണ്. റെഡി? ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. A sum was put at SI certain rate for 5 years. Had it been put at 2% lower rate, it would have fetched ₹150 less. 150 രൂപ കുറവാണ്. 2% ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എമൗണ്ടിൽ നിന്ന് എത്ര രൂപ കുറവാണ്? 150 രൂപ കുറവാണ്. ഇപ്പം നമ്മൾ റീസണിങ് ടൈപ്പിൽ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ സമ്മാണ് പ്രിൻസിപ്പിളിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 5% ലോവർ റേറ്റ് ആണ്. അപ്പോൾ 5% കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തിൻ്റെ? പ്രിൻസിപ്പിളിൻ്റെ 5% നമുക്ക് എല്ലാ വർഷവും കുറയും. എത്ര വർഷം കുറയും? 5 വർഷം. അപ്പോൾ നമുക്ക് എത്ര കുറവ് കിട്ടും?
5% അല്ലേ, 2% നമുക്ക് വർഷത്തിൽ കുറയും. 2% എത്ര കാലം? 5 വർഷക്കാലം കുറയും. 5 വർഷക്കാലം. അതായത് നമുക്ക് ടോട്ടൽ കുറയും 10% ആണ് കുറവ് കിട്ടുന്നത്. ആ കുറഞ്ഞ വാല്യൂ 10%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10% വാല്യൂ എന്ന് പറയുന്നത് ഈ 10% വാല്യൂ എന്ന് പറയുന്നത് 10%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 150 ആണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2% കുറയും എത്ര കാലം? 5 വർഷക്കാലം. അപ്പോൾ നമുക്ക് 10% കുറവ് വരും. ആ 10% കുറവ് 10% എന്തിൻ്റെ? പ്രിൻസിപ്പളിൻ്റെ 10% അല്ലേ? അപ്പം തൊട്ടുമുമ്പ് വീഡിയോ എടുത്ത് തൊട്ടുമുള്ള ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 10% ഓഫ് പി ആണ് 150 അല്ലേ? 10% ഓഫ് പി 150. നമുക്ക് 100% വേണം. സിമ്പിളാണ്. 10% 100% ജസ്റ്റ് സ്കെയിൽ ചെയ്യുക. ഒരു 0 കൊടുത്താൽ പോരെ? അപ്പോൾ ജസ്റ്റ് 100% പി ആണ് വേണ്ടത്. 100% ഓഫ് പി ഓർ പി ഈസ് ഈക്വൽ ടു 150 ഒരു 10 മൾട്ടിപ്ലൈ 150 × 10 1500. ജസ്റ്റ് സ്കെയിൽ ചെയ്യുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ സ്കെയിൽ. അപ്പോൾ ആൻസർ 1500. എത്ര ഈസിയാണ്. നമുക്ക് ഇങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2% കുറയും എത്ര കാലം? 5 വർഷക്കാലം കുറയും. 10% കുറയും. എന്തിൻ്റെ? 10% ഓഫ് പ്രിൻസിപ്പിൾ കുറയും. 10% ഓഫ് പ്രിൻസിപ്പിളാണ് ആ 150. അപ്പം അങ്ങനെ റീഡ് ചെയ്തെടുത്താൽ അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ ആണ്. 10% ഓഫ് പി 150 ആണെങ്കിൽ 100% ഓഫ് പി 1500 ആൻസറായി. ഇങ്ങനെ സ്മാർട്ടായിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ മറ്റാരെക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ അപ്രോച്ചിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ കൂടുതൽ വീഡിയോസ് 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ ചാനലും എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്